ഡോക്ടർ സ്ട്രേഞ്ചും മറ്റുള്ളവരും ഒക്കെ ആദ്യമായിട്ടാണ് താനോസ് എന്ന് കേൾക്കുന്നത് തന്നെ. ഈ സമയത്ത് നമ്മളുടെ ടോണി സ്റ്റാർക്കും പെപ്പർ ബോട്ട്സും കൂടി രാവിലെ ഓടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ജോഗിങ്ങിന്റെ ഇടയ്ക്ക് ടോണി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പെപ്പർ, നീ ഒന്ന് പതുക്കെ നടക്ക്, ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. അതെ ടോണി, നീ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറയുന്നത്? രാവിലെ ജോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ശരി പെപ്പർ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് മുഴുവനായിട്ട് കേക്ക്. ഇപ്പോ നമ്മളൊരു സ്വപ്നം കാണുവാണെന്ന് വിചാരിക്കും. സ്വപ്നം കാണുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് സ്വപ്നത്തിൽ വെച്ച് മൂത്രം ഒഴിക്കാൻ തോന്നിയെന്ന് വിചാരിക്കുക. ഓഹോ, എന്നിട്ട് ബാക്കി പറ. അതെ, അപ്പോ സ്വപ്നത്തിൽ നമ്മൾ വിചാരിക്കും, ദൈവമേ, മൂത്രം ഒഴിക്കാനായിട്ട് ഇവിടെ ബാത്റൂം ഒന്നും കാണുന്നില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ സ്വപ്നത്തിൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇങ്ങനെ ചുറ്റുമുള്ള ആളുകൾ നോക്കുന്നത് കൊണ്ട്, അതും അടുത്ത് ബാത്റൂം ഒന്നും കാണാത്തത് കൊണ്ട് സ്വപ്നത്തിൽ നമ്മൾ നമ്മളുടെ പാന്റിൽ തന്നെ മുള്ളി പോകുമല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഞെട്ടി എഴുന്നേക്കും. യെസ്, നമ്മൾ ഞെട്ടി എഴുന്നേക്കുമ്പോൾ ശരിക്കും നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. യെസ് പെപ്പർ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഓക്കെ ടോണി, അതെല്ലാവർക്കും തോന്നുന്ന കാര്യല്ലേ? അതുപോലെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. നല്ല രസമുള്ള സ്വപ്നമായിരുന്നു. നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. സത്യം പറയാമല്ലോ, അത് ശരിക്കും എന്റെ കൺമുന്നിൽ നടക്കുന്നത് പോലെ എനിക്ക് കാണാൻ പറ്റി. പെപ്പർ, നിനക്കൊരു അമ്മാവനുണ്ടല്ലോ, ഒരു അരപ്പിരി ലൂസായ അമ്മാവൻ. അങ്ങയുടെ പേരെന്തായിരുന്നു? മോർഗൻ. ആ പേരാണ് നമ്മളുടെ കുട്ടിക്കിട്ടത്. അപ്പൊ ടോണി പറയുന്നത് ടോണി ഇന്നലെ രാത്രി നമുക്ക് രണ്ടുപേർക്കും? അതെ പെപ്പർ, നമ്മൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുണ്ടാവുന്നതായിട്ട് സ്വപ്നം കണ്ടെന്നാണെന്നല്ലേ? അതെ, അവസാനം നിനക്ക് മനസ്സിലായി. നീയും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാറില്ലേ പെപ്പർ? ഇല്ല ടോണി, നമുക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ഉണ്ടാകുന്ന പോലത്തെ സ്വപ്നം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല. പക്ഷെ പെപ്പർ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇന്നലെ ശരിക്കും എന്റെ സ്വപ്നത്തിൽ കണ്ടതാ. ആരോ എനിക്ക് തോന്നിപ്പിക്കുന്നത് പോലെ. ശരിക്കും അത്ര ഒറിജിനൽ ആയിട്ട് തോന്നി. എനിക്കറിയാം ടോണി, നിനക്ക് നമുക്ക് രണ്ടുപേർക്കും കുട്ടികൾ ഉണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ നെഞ്ചത്തിരിക്കുന്ന ഈ ആർക്ക് റിയാക്ടർ അത് നീ ഇങ്ങനെ ഒട്ടിച്ച് നടക്കില്ലായിരുന്നു. ഓ, ആർക്ക് റിയാക്ടർ ആണോ നിന്റെ പ്രശ്നം? എന്തായാലും പെപ്പർ, നീ അത് പറഞ്ഞത് നന്നായി. ഈ ആർക്ക് റിയാക്ടർ ഉണ്ടല്ലോ, ആക്ച്വലി ഇതൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാ, ഒരു ഫാഷൻ. പിന്നെ ഞാനിപ്പോ കുറച്ചു നാളായിട്ട് നാനോ ടെക്നോളജിയിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബാക്കി വരുന്ന നാനോ പാർട്ടിക്കിൾസ് ഞാൻ ഈ ആർക്ക് റിയാക്ടറിലാണ് ഇട്ട് വെക്കാറുള്ളത്. ബാക്കി വരുന്ന നാനോ പാർട്ടിക്കിൾസ് ഇടാനുള്ള ഒരു പെട്ടി മാത്രമാണിത്. അതല്ലാതെ ഈ ആർക്ക് റിയാക്ടർ കൊണ്ട് ഞാൻ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. ടോണി, നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല. എന്തിനാ ടോണി വെറുതെ സംസാരിച്ച സമയം കളയുന്നേ? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ പെപ്പർ. നോക്ക്, എന്റെ നെഞ്ചത്തിരിക്കുന്ന ഈ സാധനമല്ല നിന്റെ പ്രശ്നം, അത് ഞാൻ അഴിച്ചു വെക്കാം. ഇത് സ്ഥിരമായിട്ട് എന്റെ മേൽ വെക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. അതേ ടോണി, എത്ര നാളായി ഞാൻ പറയുന്നു, നിനക്ക് ഈ ആർക്ക് റിയാക്ടറിന്റെ ആവശ്യം ഇനി ഇല്ലല്ലോ. അതെനിക്കറിയാം, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി എന്റെ ആരോഗ്യത്തിന് വേണ്ടി ഈ ആർക്ക് റിയാക്ടറിന്റെ ആവശ്യമില്ല. സത്യത്തിൽ ഞാനിത് വെക്കുന്നത് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇപ്പൊ തന്നെ ഓരോ അപകടങ്ങൾ എവിടെ നോക്കിയാണ് ചാടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾക്കും ഭാവിയിലെ നമ്മൾക്കും സുരക്ഷ വേണ്ടേ? ഇനിയൊരു പക്ഷെ നമ്മളുടെ വീടിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ അലമാരയ്ക്കുള്ളിൽ ചെറിയൊരു സ്ഥലത്ത് ഈ ആർക്ക് റിയാക്ടറും കൂടി ഇരുന്നോട്ടെ. എനിക്ക് മനസ്സിലായി ടോണി, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. യെസ് പെപ്പർ, എന്നെ മനസ്സിലാക്കാൻ നിന്നേക്കാൾ കൂടുതലായിട്ട് വേറെ ആർക്കാണ് പറ്റിയിട്ടുള്ളത്? പക്ഷെ ഒരു കാര്യമുണ്ട്, അലമാരി വെക്കേണ്ടത് ഷർട്ടുകളാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്ന് അറിയോ പെപ്പർ? ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് സർപ്രൈസുകൾ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഇനി നമ്മളുടെ ജീവിതത്തിൽ സർപ്രൈസുകളൊന്നുമില്ല. ഇന്ന് നമ്മൾ പോകുന്നു, രാത്രി ഡിന്നർ കഴിക്കുന്നു, പിന്നെ നമ്മളുടെ ഈ എൻഗേജ്മെന്റ് റിംഗ് അതെല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നോ മോർ സർപ്രൈസസ്. ഞെട്ടിച്ചു കളയുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സർപ്രൈസുകൾ ഇനി ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് ടോണിയും പെപ്പറും തമ്മിൽ കിസ് ചെയ്യുകയാണ്. ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ടോണിക്കാണെങ്കിൽ ഒരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പെപ്പറിന് പേടിയാണ്. ടോണിക്ക് എപ്പോഴും അയൺമാനായി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു കുടുംബം, കുട്ടി, അതൊന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് പെപ്പർ ടോണിയോട് ആർക്ക് റിയാക്ടർ അഴിച്ചു വെക്കാൻ പറയുന്നത്. പക്ഷെ പെപ്പറിന് തന്നെ അറിയാം, ടോണി ഇതിനു മുൻപും അയൺമാൻ ആവുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ടോണിയെ കൊണ്ട് സാധിച്ചില്ല. ഒരു പക്ഷെ ഇനിയും ടോണിക്ക് അയൺമാൻ ആവാതെ ഇരിക്കാൻ സാധിക്കില്ലെന്ന് പെപ്പറിന് തന്നെ അറിയാം. പെട്ടെന്നാണ് അവർ രണ്ടുപേരും ഒരു ശബ്ദം കേൾക്കുന്നത്. അതൊരു പോർട്ടൽ തുറന്നു വന്ന ഡോക്ടർ സ്ട്രേഞ്ച് ആയിരുന്നു. ടോണി സ്റ്റാർക്ക്, ഞാനാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. പിന്നെ നിങ്ങളുടെ വിവാഹത്തിന് എന്റെ വക ആശംസകൾ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മുതുകാടിന്റെ മാജിക് ഷോക്ക് ഇടയ്ക്ക് നാട്ടുകാരെ തല്ലിയൊടിച്ചതാണോ? ടോണി, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. പ്രപഞ്ചത്തിന്റെ ഭാവി തന്നെ പ്രശ്നത്തിലാണ്. ഞാൻ കൂട്ടി പറയുന്നതല്ല, അതാണ് സത്യം. അല്ല, ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാ? ഹായ് ടോണി. ബ്രൂസ്, നിനക്ക് എന്താ പറ്റി? നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഡോക്ടർ സ്ട്രേഞ്ചും ടോണി സ്റ്റാർക്കും ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്രൂസും ടോണി സ്റ്റാർക്കും തമ്മിൽ ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ബ്രൂസ് ടോണിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ സ്ട്രേഞ്ച് ഇവരെ എല്ലാവരെയും കൊണ്ട് ന്യൂയോർക്കിലെ സാങ്ക്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷെ പെപ്പർ വന്നില്ല. പെപ്പർ ആ വഴിക്ക് വീട്ടിൽ പോയി. അവിടെ വന്നു കഴിഞ്ഞ് വോങ് അവർക്ക് എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോൺസിനെ പറ്റി വിവരിച്ചു കൊടുക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ 6 മഹാശക്തികൾ, പ്രപഞ്ചത്തിന്റെ 6 ഭാവങ്ങൾ ഒന്നിച്ചു ചേർന്ന് 6 മാന്ത്രിക കല്ലുകളായി മാറി. 6 ഇൻഫിനിറ്റി സ്റ്റോൺസ് നമ്മളുടെ എല്ലാവരുടെയും നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള 6 കാര്യങ്ങളാണ് ഈ ഇൻഫിനിറ്റി സ്റ്റോണുകൾ നിയന്ത്രിക്കുന്നത്. ആ 6 ഇൻഫിനിറ്റി സ്റ്റോണുകൾ
സ്റ്റോണുകളും ഏതൊക്കെയാണെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് പറയുകയാണ്. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട സ്പേസ് സ്റ്റോൺ, യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട റിയാലിറ്റി സ്റ്റോൺ, ശക്തിയുമായി ബന്ധപ്പെട്ട പവർ സ്റ്റോൺ, ആത്മാവുമായി ബന്ധപ്പെട്ട സോൾ സ്റ്റോൺ, മനസ്സുമായി ബന്ധപ്പെട്ട മൈൻഡ് സ്റ്റോൺ, പിന്നെ എന്റെ കഴുത്തിൽ ഐ ഓഫ് അഗമോട്ടോയിൽ കിടക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട ടൈം സ്റ്റോൺ. അവന്റെ പേരെന്താന്ന് പറഞ്ഞു? അവന്റെ പേരാണ് താനോസ്. അവനൊരു പകർച്ചവ്യാധി പോലെയാണ് ടോണി. അവൻ വരും, ഗ്രഹങ്ങളിൽ ചെന്ന് ആക്രമിക്കും, അവിടുന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കും, അവിടെയുള്ള പകുതിയോളം പേരെ, ചിലപ്പോൾ എല്ലാവരെയും കൊന്നുകളയും. അങ്ങനെ പ്രപഞ്ചത്തിലെ പകുതിയോളം ജീവനെ ഇല്ലാതെയാക്കുന്നത് വരെ അവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും. 2012 ലോക്കി ഇങ്ങോട്ട് അയച്ചത് താനോസ് ആയിരുന്നു. അപ്പോ ഇത്രയും നാൾ ഞാനും നിങ്ങളൊക്കെ പേടിച്ചിരുന്നത് ഇവന്റെ വരവിനെയാണ്. നമ്മൾക്ക് അവനെ തടയാനായിട്ട് ഇനി എത്ര സമയം ബാക്കിയുണ്ട് അറിയില്ല ടോണി, അത് പറയാൻ പറ്റില്ല. അവന്റെ കയ്യിൽ ഇപ്പൊ തന്നെ 2 ഇൻഫിനിറ്റി സ്റ്റോണുകൾ കിട്ടിക്കഴിഞ്ഞു, പവർ സ്റ്റോണും സ്പേസ് സ്റ്റോണും. ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തൻ ഇപ്പൊ താനോസ് ആണ്. 6 ഇൻഫിനിറ്റി സ്റ്റോണുകൾ എങ്ങനെ അവന്റെ കൈ കിട്ടിക്കഴിഞ്ഞ ടോണി പിന്നത്തെ കാര്യം, അവൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്ന ജീവഹാനിയുടെ വ്യാപ്തി പ്രവചനാതീതമാണ്. ജീവഹാനിയുടെ വ്യാപ്തി പ്രവചനാതീതോ? ഇതെന്തോന്ന് മലയാളം ക്ലാസ്സോ? നേരെ നിക്ക് ടോണി, നിനക്ക് ചാരി നിൽക്കാനുള്ള പാത്രമല്ലാതെ പിന്നെ എന്തിനാണാവോ? ഞാൻ കരുതി അരി പൊടിപ്പിക്കുന്ന പാത്രമാവെന്ന്. നിങ്ങളുടെ തുണി വെച്ച് നിങ്ങൾ എന്റെ കാലി തട്ടിയല്ലേ? ഈ വട്ടത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോ താനോസിന് ഈ 6 ഇൻഫിനിറ്റി സ്റ്റോണുകൾ കിട്ടിക്കഴിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. നമ്മൾക്ക് ഈ 6 അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞാലോ? അത് നടക്കില്ല മിസ്റ്റർ ടോണി സ്റ്റാർക്ക്. അതെ, ജീവൻ കൊടുത്തും ഞങ്ങൾ ടൈം സ്റ്റോൺ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഞാനും എന്നും രാവിലെ ജോഗിങ്ങിന് പോകുമെന്നും ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാതെ ഇരിക്കുമെന്നും ഒക്കെ പ്രതിജ്ഞ ചെയ്തതാണ്. പക്ഷേ ഇപ്പോ നല്ലൊരു ഐസ്ക്രീം കണ്ടാൽ എനിക്ക് എന്നെ തന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഞാൻ അത് പോയി കഴിക്കും. അപ്പൊ ഞാനും പ്രതിജ്ഞ തെറ്റിച്ചില്ലേ? അതുപോലെ നിങ്ങൾക്കും തെറ്റിക്കാം. ചോക്ലേറ്റ് ഫ്ലേവർ ആണോ? എനിക്ക് വാനിലയാണ് ഇഷ്ടം. അപ്പൊ സ്ട്രോബെറിയോ? സ്ട്രോബെറി എന്റെ ഫേവറേറ്റാ. അതുപോട്ടെ, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വട്ടം പ്രതിജ്ഞ എടുത്തെന്ന് വെച്ച് അത് തെറ്റിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. എപ്പോഴും ഒരു മാറ്റമാവാം. ടൈം സ്റ്റോൺ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല, താനോസിനെതിരെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമായിരിക്കും എന്റെ കഴുത്തിൽ കിടക്കുന്ന ടൈം സ്റ്റോൺ. പക്ഷെ അതിലും വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഒരു പക്ഷേ ഇതാണ് താനോസിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമെങ്കിൽ ഇത് താനോസിന് കിട്ടിയാലോ? പിന്നെ നമ്മൾ എങ്ങനെ താനോസിനെ തടയും? നമ്മൾക്കെതിരെ താനോസിന് കിട്ടുന്ന ഏറ്റവും വലിയ ആയുധമായിരിക്കും ഈ ടൈം സ്റ്റോൺ. പക്ഷെ നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും ചെയ്താൽ നമ്മൾക്ക് താനോസിനെ തടയാൻ പറ്റും. അവൻ ഈ സ്റ്റോൺ കിട്ടുകയുമില്ല. ചെയ്യേണ്ട കാര്യങ്ങളോ? സത്യത്തിൽ നിങ്ങളുടെ ജോലി എന്താണ്? ഈ കൈകൊണ്ട് ഒരുമാതിരി കോപ്രായൊക്കെ കാട്ടി തൊപ്പിയുടെ ഉള്ളിൽ നിന്ന് മൊയിലിനെടുക്കുന്ന പോലത്തെ മാജിക് ആൾക്കാരെ അദൃശ്യമാക്കുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ നിങ്ങൾ മാന്ത്രികർ ചെയ്യാറ്, അല്ലാതെ വേറെന്താ? മിസ്റ്റർ മണ്ടൻ സ്റ്റാർക്ക്, നിന്റെയൊക്കെ റിയാലിറ്റി, യാഥാർത്ഥ്യം കാത്തു സൂക്ഷിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ജോലിയാണ്. അതേത് സ്റ്റേജ് ഷോ ആയിരുന്നു? ഞാൻ മറന്നുപോയി. അതിന്റെ ഇടയ്ക്കല്ലേ തന്നെ നാട്ടുകാർ തല്ലിയൊടിച്ച്. മതി ടോണി, നിർത്ത്. നമ്മൾക്കിപ്പോ കുറച്ച് സീരിയസ് ആവണ്ടേ? നോക്ക്, നമ്മൾക്കിപ്പോ 2 ഇൻഫിനിറ്റി സ്റ്റോൺസ് എവിടെയാണുള്ളതെന്ന് അറിയാം. ഒന്ന് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കഴുത്തിൽ, വേറൊന്ന് വിഷന്റെ നെറ്റിയിലുണ്ട്. വിഷൻ അവന്റെ നെറ്റിയിൽ മൈൻഡ് സ്റ്റോണുമായിട്ട് എവിടെയോ നടക്കുന്നുണ്ട്. അവനെ കണ്ടുപിടിക്കണം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബ്രൂസ്. 2 ആഴ്ച മുമ്പ് വിഷൻ അവന്റെ ട്രാക്കർ ഓഫ് ചെയ്തു. ഇപ്പൊ അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല. അവൻ എവിടെയാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതായത് വിഷൻ ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എന്ത് ടോണി, നീ എന്താ പറയുന്നേ? വീണ്ടും ഒരു റോബോട്ടിനെ കൊണ്ട് കളഞ്ഞെന്നാണോ പറയുന്നത്? കളഞ്ഞിട്ടൊന്നുമില്ല. അവനൊരു റോബോട്ട് മാത്രമല്ലല്ലോ, അവന് സ്വയം ചിന്തിക്കാൻ കഴിവുണ്ട്. കൊച്ചുകുട്ടിയൊന്നുമല്ല. വിഷന്റെ ബുദ്ധിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്റെ അടിമയൊന്നുമല്ല. സ്വയം തീരുമാനമെടുക്കാൻ അവനും പറ്റും. അപ്പൊ മിസ്റ്റർ സ്റ്റാർക്ക്, ആർക്കാണ് ഇപ്പൊ വിഷനെ കണ്ടുപിടിക്കാൻ പറ്റുക? അത് നശിക്കാനായിട്ട് അത് ചിലപ്പോ സ്റ്റീവ് റോജേഴ്സിനെ കൊണ്ട് പറ്റും. എനിക്ക് ഉറപ്പില്ല. ചിലപ്പോ സ്റ്റീവിനെ കൊണ്ട് പറ്റിയേക്കും, ചിലപ്പോ. പക്ഷേ അത് പിന്നെന്തിനാ ടോണി മടിച്ചു നിൽക്കുന്നേ? അവനെ വിളിക്ക്. സ്റ്റീവിനെ ഇപ്പൊ തന്നെ വിളിക്കണം. പക്ഷെ അതത്ര എളുപ്പമല്ല ബ്രൂസ്. എന്റെ ദൈവമേ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായല്ലേ? നീ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാനും ക്യാപ്റ്റനും തമ്മിൽ ഒന്ന് അടിച്ചു പിരിഞ്ഞു. അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൽ ജയറാമും മുകേഷും തമ്മിൽ അടിച്ചു പിരിയുന്ന പോലെയല്ലേ? അങ്ങനെയല്ല ബ്രൂസ്, ഇത് അതിനേക്കാളും ഭയാനകമായിരുന്നു. അവെഞ്ചേഴ്സ് തന്നെ 2 ടീമായി മാറി. പിന്നത്തെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അവെഞ്ചേഴ്സ് 2 ടീമായിരുന്നു. അതെ ബ്രൂസ്, ഞാനും ക്യാപ്റ്റനുമാണ് ആ 2 ടീമുകളെയും നയിച്ചത്. അവസാനം ഞാനും ക്യാപ്റ്റനും അടിച്ചു പിരിഞ്ഞ് 2 വഴിക്കായി. ഞങ്ങളിപ്പോ സംസാരിക്കാറില്ല. ടോണി, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേക്ക്. നമ്മളെ രക്ഷിക്കാനായിട്ട് തോറില്ല. തോറ് പോയി. താനോസ് വരുന്നുണ്ട്. അതൊരു സത്യമാണ്. നിങ്ങൾ തമ്മിൽ പിണക്കമാണോ ഇണക്കമാണോ, സംസാരിക്കാറുണ്ടോ, അതൊന്നും ഇപ്പോഴത്തെ വിഷയമല്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പിന്നെ തീർക്കാൻ ടോണി. ഇപ്പോ തൽക്കാലം സ്റ്റീവിനെ ഒന്ന് വിളിക്ക്. ടോണി കുറച്ചു നേരം ഒന്ന് ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞ് വിഷയത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായതുകൊണ്ട് തന്നെ ടോണി സ്റ്റീവിനെ വിളിക്കാമെന്ന് തീരുമാനിക്കുന്നു. സിവിൽ വാറിന് ശേഷം ക്യാപ്റ്റൻ ടോണിക്ക് ഒരു ഫോൺ കൊടുത്തിരുന്നു. ആവശ്യമുള്ളപ്പോ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ടോണി ആ ചെറിയ ഫോൺ എടുത്ത് ക്യാപ്റ്റനെ വിളിക്കാൻ പോവുകയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് സ്റ്റീവിനോട് സംസാരിക്കുക എന്നുള്ള കാര്യം ടോണിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു മടിയൊക്കെ കൊണ്ട് ടോണി സ്റ്റാർക്ക് വല്ലാത്തൊരു അവസ്ഥയിലാണ്. എന്നാലും അദ്ദേഹം സ്റ്റീവിനെ വിളിക്കാൻ തീരുമാനിക്കുന്നു. നമ്പർ എടുത്ത് ഡയൽ ചെയ്യാൻ പോകുമ്പോഴേക്കും അവർ നിന്നിരുന്ന കെട്ടിടം കുലുങ്ങുന്നത് പോലെ ടോണിക്ക് തോന്നി. അവിടെ ആകെ പ്രകമ്പനം കൊണ്ടു എന്തോ വരുന്നത് പോലെ. ടോണി സംശയത്തോടെ ചുറ്റും നോക്കിയപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മുടി അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല
കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിൽ കാറ്റൊന്നും വീശുന്നുമില്ല. അല്ല ഡോക്ടർ, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ആ തൂങ്ങിക്കിടക്കുന്ന മുടി അത് നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാട്ടുന്നതാണോ? നിങ്ങളുടെ വല്ല മാജിക് ആണോ അത്? എന്റെ അറിവിൽ ഞാനല്ല എന്റെ മുടി ആട്ടുന്നത്. ഒരു നിമിഷം ഇത് വല്ല ഭൂമി കുലുക്കമാണോ എന്ന് അവർക്ക് തോന്നി. പക്ഷെ അത് ഭൂമി കുലുക്കമായിരുന്നില്ല. പുറത്തേക്ക് നോക്കിയപ്പോ ചുറ്റും പൊടിപടലങ്ങളും മറ്റും പറന്നു നടക്കുന്നുണ്ട്. കുറെ ആളുകൾ ഓടുന്നുണ്ട്. കാറുകൾ അവിടെയും ഇവിടെയും ഒക്കെ ഇടിക്കുന്നുണ്ട്. പുറത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്തോ കാരണം കൊണ്ട് എന്തിനെയോ പേടിച്ച് ബ്രൂസ് ബാനർ പേടിച്ച് പിന്നോട്ട് പോവുകയാണ്. ടോണി വാതിൽ തുറന്ന് സാങ്ക്ടത്തിന്റെ പുറത്തേക്ക് പോവുകയാണ്. അവിടെ നോക്കിയപ്പോ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെയോ കണ്ട് പേടിച്ചതുപോലെ എല്ലാവരും വാഹനങ്ങൾ അവിടെ എവിടെയായിട്ട് ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ടോണി അവരെ സഹായിക്കാൻ നോക്കുന്നു. പക്ഷെ ആളുകൾ വളരെ പരിഭ്രാന്തരായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടോണി തന്റെ AI ആയിട്ടുള്ള ഫ്രൈഡേയോട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാൻ പറയുന്നു. പക്ഷെ ഫ്രൈഡേക്കും ആ സമയത്തൊന്നും പിടികിട്ടിയിരുന്നില്ല. ഹേയ് മിസ്റ്റർ സ്ട്രേഞ്ച്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടൈം സ്റ്റോൺ എടുത്ത് കീസയിൽ വെക്കുന്നതാണ് നല്ലത്. ഇതെന്തോ അപകടമാണ്. കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മൾക്ക് ടൈം സ്റ്റോൺ തന്നെ അവർക്കെതിരെ ഉപയോഗിക്കേണ്ടി വരും. ഈ പൊടിപടലങ്ങളും വലിയ ശബ്ദവും കേൾക്കുന്ന ഭാഗത്തേക്ക് ടോണിയും ഡോക്ടർ സ്ട്രേഞ്ചും വോങ്ങും ബ്രൂസും കൂടി നടന്നു പോവുകയാണ്. അവിടെ നോക്കിയപ്പോഴാണ് ക്യൂ ഷേപ്പിലുള്ള ഒരു വമ്പൻ സ്പേസ്ഷിപ്പ്. അത് കണ്ടിട്ടാണ് ആളുകളെല്ലാം പേടിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മളുടെ പീറ്റർ പാർക്കറും നെഡും അവന്റെ സ്കൂളിലെ കുട്ടികളും ഒക്കെ കൂടി എങ്ങോട്ടോ സ്കൂൾ ട്രിപ്പ് പോവുകയാണ്. അതിന്റെ അടുത്താണ് ഈ സ്പേസ്ഷിപ്പ് വന്ന് നിൽക്കുന്നത്. പീറ്ററിന്റെ കയ്യിലെ രോമങ്ങൾ രോമാഞ്ചം വന്നതുപോലെ പൊങ്ങി. ഇതിന്റെ കാരണം സ്പൈഡർ സെൻസ് ആണ്. സ്പൈഡർ സെൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റും എന്തെങ്കിലും അപകടം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ പീറ്ററിന് അതിന്റെ ഒരു സൂചന കിട്ടും. പീറ്റർ സ്പൈഡർമാൻ ആയി കഴിഞ്ഞാണ് ഈ ഒരു കഴിവും അവന് കിട്ടുന്നത്. ഇങ്ങനെ അപകടങ്ങൾ നേരത്തെ അറിയാനും തന്റെ മേലേക്ക് വരുന്ന അപകടങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും പീറ്ററിന് ഇതുകൊണ്ട് സാധിക്കും. പുറത്തേക്ക് നോക്കിയ പീറ്ററും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അവിടെ ക്യൂ ആകൃതിയിലുള്ള ഒരു വമ്പൻ സ്പേസ്ഷിപ്പ് വന്ന് നിൽക്കുകയാണ്. എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടി തനിക്കിപ്പോ അങ്ങോട്ട് പോയേ പറ്റുമെന്ന് പീറ്ററിന് മനസ്സിലായി. ഏയ് നെറ്റ്, എടാ നോക്ക്, എടാ ഒരു മിനിറ്റ്, നീ ഈ ബസ്സിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ കുറച്ച് നേരത്തേക്കൊന്ന് തെറ്റിക്ക്, എനിക്കിപ്പോ പോകണം. പക്ഷെ പുറത്തേക്ക് നോക്കിയ നെഡും സ്പേസ്ഷിപ്പ് കണ്ട് ആകെ പേടിച്ചരണ്ടു പോയി. എന്റെ കർത്താവേ, ഞാൻ എന്തായി കാണുന്നത്? എടാ പിള്ളേരെ, നമ്മളൊക്കെ ചാവാൻ പോവാ. സ്പേസ്ഷിപ്പിൽ ഏലിയൻസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മളെയൊക്കെ കൊണ്ട് കറി വെച്ച് തിന്നും. നെഡ് ഒച്ച വയ്ക്കുന്നത് കണ്ട് ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങോട്ട് ചെന്ന് സ്പേസ്ഷിപ്പ് നോക്കാൻ തുടങ്ങി. ഈ തക്കത്തിന് പീറ്റർ ആരും കാണാതെ ജനൽ തുറന്ന് തന്റെ സ്പൈഡർമാൻ സ്യൂട്ട് എടുത്ത് പോവുകയാണ്. പക്ഷെ ഈ ബസ്സിന്റെ ഡ്രൈവർ ആയിരുന്ന അപ്പൂപ്പൻ ആള് വളരെ കൂളായിരുന്നു. എന്താടാ പിള്ളേരെ, നീ ഒന്നും ഇതിനു മുമ്പ് സ്പേസ്ഷിപ്പ് കണ്ടിട്ടില്ലേ? ഞാനൊക്കെ എത്ര എണ്ണം കണ്ടിരിക്കുന്നു. ഇതിലിപ്പോ ഇത്ര ഞെട്ടാൻ എന്താ ഉള്ളേ? എല്ലാം ഒന്ന് ഇവിടെ ഇരിക്കും. അങ്ങനെ പീറ്റർ ആ സ്പേസ്ഷിപ്പിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ടോണി സ്റ്റാർക്ക് ഫ്രൈഡേയോട് ഈ വിവരം എത്രയും പെട്ടെന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കാനും സിറ്റിയിൽ നിന്ന് ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാനും പറയുകയാണ്. ഈ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് ഒരു മന്ത്രം ഉപയോഗിച്ച് ആ സ്പേസ്ഷിപ്പ് കാരണം അവിടുത്തെ വായുവിൽ വന്ന പ്രശ്നങ്ങളെ ശാന്തമാക്കി മാറ്റുകയാണ്. ഇത് കണ്ടപ്പോൾ ടോണി സ്റ്റാർക്കിനും തോന്നി, ഈ ഡോക്ടർ സ്ട്രേഞ്ച് ഞാൻ വിചാരിച്ച പോലെ അത്ര ചില്ലറക്കാരനല്ല. സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു ലൈറ്റ് താഴേക്ക് വരികയാണ്. ആ ലൈറ്റിലൂടെ ബ്ലാക്ക് ഓർഡർ ടീമിലെ 2 അംഗങ്ങളായിട്ടുള്ള ഇബോണി മോവും കൾ ഒബ്സിഡിയനും അങ്ങോട്ട് വന്ന് ഇറങ്ങുകയാണ്. ടോണിയും ബാക്കിയുള്ളവരും സംശയത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. ഇബോണി മോ പറയാൻ തുടങ്ങി, എന്റെ പൊന്നും മേക്കളെ, എന്റെ വാക്കുകൾ കേട്ട് ആനന്ദിക്കൂ. മഹാനായ താനോസിന്റെ മക്കളായ ഞങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ മരണമേറ്റുവാങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ യാതൊരു അർത്ഥവുമില്ലാത്ത ജീവന് ഇന്നൊരു അന്ത്യം വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ താനോസിന് പ്രിയപ്പെട്ടവരായി. സോറി ചേട്ടാ, ഒരു മിനിറ്റ്. ഇന്ന് ഭൂമിക്ക് അവധി ദിവസമാണ്. ഇന്ന് ഇവിടെ അടച്ചു പൂട്ടിയിരിക്കുവാണെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ വട പോലത്തെ ഷിപ്പും ബാക്കി സാധനങ്ങളും കെട്ടിപ്പിറക്കി എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇൻഫിനിറ്റി സ്റ്റോൺ കഴുത്തിൽ തൂക്കിയിട്ട് നടക്കുന്നവനെ, നിനക്ക് വേണ്ടിയാണോ ഈ ജീവി സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നേരിട്ട് തന്നെയാണ് പറയാറ്. നിങ്ങൾ ഈ ഗ്രഹത്തിലേക്ക് അതിക്രമിച്ച് കടന്നിരിക്കുന്നു. എടാ മരത്തലയിൽ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? നിന്നോടൊക്കെ എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാനാണ് മാന്ത്രികം പറയുന്നത്. കള്ളൊബ്സിഡിയൻ കുട്ട, ഇവരോടൊക്കെ സംസാരിച്ചു മടുത്തു. നീ എത്രയും പെട്ടെന്ന് പോയി ആ ഇൻഫിനിറ്റി സ്റ്റോൺ കൈക്കലാക്കി കൊണ്ടുവരൂ. ഇബോണി മോ പറഞ്ഞത് കേട്ട് കൾ ഒബ്സിഡിയൻ അവന്റെ കയ്യിലുള്ള വമ്പൻ ആയുധം എടുത്ത് അവരുടെ നേരേക്ക് ആക്രമിക്കാൻ നടന്നെടുത്തു. ടൈം സ്റ്റോൺ എടുക്കലാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ ടോണി പേടിച്ചില്ല. ടോണിയുടെ അടുത്തല്ലേ ബ്രൂസ് നിൽക്കുന്നത്. ബ്രൂസ് ഹൾക്കായ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ബ്രൂസ്, നിനക്ക് ആ നടന്നു വരുന്നവനെ കണ്ടിട്ട് അവന്റെ മുഖത്തിന്റെ ഷേപ്പ് പിടിച്ചു മാറ്റാൻ തോന്നുന്നില്ലേ? അവൻ നിനക്കുള്ളതാ. ഏയ്, എനിക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ എപ്പോഴും നടക്കാറൊന്നുമില്ലല്ലോ. ബ്രൂസ് ആ പറഞ്ഞത് ശരിയാ. പക്ഷെ ഇപ്പൊ നീ ആഗ്രഹിച്ചേ പറ്റൂ. ആ രാക്ഷസൻ ഇങ്ങോട്ട് നടന്നെത്താറായി. എന്തിനാ ബ്രൂസ് കാത്തു നിൽക്കുന്നേ? പവർ വരട്ടെ, പവർ വരട്ടെ. ഓക്കെ ടോണി, ദേ പിടിച്ചോ. എന്താന്നറിയില്ല, കുറച്ച് നാളായല്ലോ, അതുകൊണ്ടായിരിക്കും. ഇതെന്താ വരാത്തത്? അതൊന്നുമില്ല ബ്രൂസ്, നീ പറഞ്ഞ പോലെ കുറച്ച് നാളായില്ലേ ഹൾക്കായിട്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ നിന്നെ കണ്ട സന്തോഷത്തിൽ പറയാൻ മറന്നുപോയി. ഒരുപാട് നാൾ കൂടിയിട്ടാണ് ബ്രൂസ് നിന്നെ കാണുന്നത്. എന്തായാലും നീ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ടോണി, ഒരു മിനിറ്റ്, ഞാൻ ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. എന്റെ ശ്രദ്ധ കളയല്ലേ. എന്ത് ബ്രൂസ് ഇത്ര സമയം എടുക്കുന്നേ? പോരട്ടെ, അസുരനെ പുറത്തിറക്ക്. ടോണി, ഇത് എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ലല്ലോ ഇത്. ബ്രൂസ്, നീ ഹൾക്കിനെ തന്നെയാണോ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്? എന്നിട്ട് ആളെവിടെ? അവൻ വന്നിപ്പോ നമ്മൾ അടിച്ചിട്ടിട്ട് പോകും. നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ അടി കിട്ടി കഴിഞ്ഞെങ്കിലും ഹൾക്കായിക്കോളും. പക്ഷെ ഞങ്ങൾ
ഞങ്ങളുടെ കാര്യമോ? ദേ ബ്രൂസ് കളിയാർക്കല്ലേ? എനിക്കറിയില്ല ടോണി, ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയാ. ഞങ്ങൾ തമ്മിലോ? അപ്പൊ ബ്രൂസും ആൾക്കും ഒരേ ആളല്ലേ? നീ എന്തൊക്കെയാ ബ്രൂസ് പറയുന്നേ? ദേ ഞാൻ പറയുന്നത് നിനക്ക് സ്ട്രോങ്ങസ്റ്റ് അവഞ്ചർ എന്ന് പേരിട്ട ആളാണ് ഞാനൊരു ഹൾക്ക് ഫാനാ. ദേ ആ മാന്ത്രികനൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മളുടെ ടീമിന്റെ വില കളയല്ലേ, ആളെ പുറത്തിറക്ക്. ഹൾക്ക് വന്നാലേ ഇത് ശരിയാവൂ ബ്രൂസ്. ദേ ആ മുന്നിൽ വരുന്നവനെ നീ സ്മാഷ് ചെയ്യണം, അടിച്ചവന്റെ പല്ല് തെറിപ്പിക്കണം. അതിന് ഹൾക്കിനെ പുറത്ത് കൊണ്ടുപോവാ ബ്രൂസ്. അങ്ങനെ മന്ത്രവാദിയുടെ മുന്നിലുള്ള വിലയും പോയി. എന്തിനാ ബ്രൂസ് നീ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? എന്നോട് ക്ഷമിക്കിട്ടോണി, ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബ്രൂസ് കുഴപ്പമില്ല, സാരമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്ക്. വോങ് ബ്രൂസിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. തീർച്ചയായും മിസ്റ്റർ സ്റ്റാർക്ക്. ടോണി എന്തോ തീരുമാനിച്ച് നടന്നു വരുന്ന കൾ ഒബ്സിഡിയന്റെ നേരെ തിരിയുകയാണ്. ഇങ്ങനെ ഒരു രാക്ഷസൻ നേരെ നടന്നു വരുന്ന കണ്ടിട്ടും ടോണി പേടിക്കുന്നില്ല. കാരണം ടോണി ഒരു ഗ്യാങ്ങുമായിട്ടൊന്നുമല്ല വരാറ്. അവൻ ഫീൽഡിൽ വന്നതേ ഒറ്റയ്ക്കാണ്. മോൺസ്റ്റർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന ടോണി സ്റ്റാർക്കിന്റെ ഇതുവരെയുള്ള അയൺമാൻ സ്യൂട്ടപ്പുകളിൽ ഏറ്റവും രോമാഞ്ചം തരുന്ന സ്യൂട്ടപ്പ് സീൻ. അയൺമാൻ മാർക്ക് 50 സ്യൂട്ടപ്പ്. അണ്ണയാറ്. ടോണിയുടെ പുതിയ നാനോ ടെക്നോളജി സ്യൂട്ട് ആണ് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടത്. ടോണി പെപ്പറിനോട് പറഞ്ഞതുപോലെ കുറച്ചു നാളായിട്ട് നാനോ ടെക്നോളജിയിൽ അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയാണ് ഇത്ര കിടിലൻ സ്യൂട്ട് അദ്ദേഹം നിർമ്മിച്ചത്. ഇതിനു മുൻപ് നമ്മൾ നാനോ ടെക്നോളജി സ്യൂട്ട് കണ്ടത് ബ്ലാക്ക് പാന്തർ സിനിമയിലാണ്. അതിൽ ടിച്ചാല ധരിക്കുന്ന മാലയിൽ നിന്നാണ് മുഴുവൻ സ്യൂട്ടും ഉണ്ടായി വരുന്നത്. ആ മുഴുവൻ സ്യൂട്ടിനുമുള്ള നാനോ പാർട്ടിക്കിൾസ് ആ മാലയിലാണ് ഒളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടോണിയുടെ മാർക്ക് 50 സ്യൂട്ടിനുള്ള നാനോ പാർട്ടിക്കിൾസ് അദ്ദേഹത്തിന്റെ ആർക്ക് റിയാക്ടറിലാണ് ഇരിക്കുന്നത്. ആ സ്യൂട്ടിന് പവർ കൊടുക്കുന്നതും ഈ ആർക്ക് റിയാക്ടർ ആണ്. ചിലർ പറയുന്നുണ്ട് വക്കാൻഡയാണ് അല്ലെങ്കിൽ ടിച്ചാരയാണ് ടോണിക്ക് ഈ നാനോ ടെക്നോളജി പറഞ്ഞു കൊടുത്തതെന്ന്. പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ടോണിക്ക് അതിന്റെ ആവശ്യമില്ല. നാനോ ടെക്നോളജി അല്ല, ഏത് ടെക്നോളജിയും സ്വയം കണ്ടുപിടിക്കാൻ ടോണിക്ക് ബുദ്ധിയുണ്ട്. പിന്നത്തെ കാര്യം, വക്കാൻഡ അവരുടെ ടെക്നോളജി മറ്റൊരാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ അവർ ടോണിക്ക് നാനോ ടെക്നോളജി പറഞ്ഞു കൊടുത്തെന്ന് തന്നെ വെക്ക്. അങ്ങനെ നാനോ ടെക്നോളജി പറഞ്ഞു കൊടുക്കുമെങ്കിൽ അവർക്ക് ടോണിക്ക് സ്യൂട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വൈബ്രേനിയം കൊടുക്കാമല്ലോ. പക്ഷെ ടോണിയുടെ സ്യൂട്ട് വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അത് ഗോൾഡും ടൈറ്റാനിയവും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ടോണിയുടെ നാനോ ടെക്നോളജിയും വക്കാൻഡയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോണി തന്റെ സ്യൂട്ടിലെ ഒരു പ്രത്യേക ഷീൽഡ് പെട്ടെന്ന് കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. നാനോ ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആവശ്യമുള്ളപ്പോ ആവശ്യമുള്ള ഷേപ്പിലുള്ള ആയുധങ്ങൾ ടോണിക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നത്. കൾ ഒബ്സിഡിയന്റെ ആദ്യത്തെ അറ്റാക്ക് അദ്ദേഹം ആ ഷീൽഡ് വെച്ച് തടയുകയാണ്. എന്നിട്ട് അവന്റെ മോന്തക്കിട്ട് ഒരു ഇടിയും കൊടുത്ത് തന്റെ സ്പെഷ്യൽ റിപ്പൾസർ ബീം ടെക്നോളജി വെച്ച് ടോണി അവന്റെ നേരെ എനർജി ബീം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് കൾ ഒബ്സിഡിയൻ തെറിച്ചുപോയി. പക്ഷേ ഇബോണി മോ അയാളുടെ പവർ ഉപയോഗിച്ച് തന്റെ നേരെ പാഞ്ഞു വന്ന കൾ ഒബ്സിഡിയന്റെ ബോഡി വെറും 2 വിരലുകൾ ഉപയോഗിച്ച് തള്ളി മാറ്റുകയാണ്. ടോണിയുടെ നാനോടെക് സ്യൂട്ട് കണ്ട് ബ്രൂസിന് അത്ഭുതമായി. ഇതൊക്കെ എപ്പോ ഉണ്ടാക്കിയെന്നാണ് ബ്രൂസ് ടോണിയോട് ചോദിക്കുന്നത്. അതൊക്കെ ഉണ്ടാക്കി സംഭവം എങ്ങനെയുണ്ട്, കിടലനായില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി ടോണി തിരിയുകയാണ്. ആ സമയത്ത് ഇബോണി മോ തന്റെ പവർ ഉപയോഗിച്ച് ടോണിയെ നേരെ മുകളിലോട്ട് പറത്തി വിടുകയാണ്. എന്നിട്ട് ഇബോണി മോ ഡോക്ടർ സ്ട്രേഞ്ചിനെയും ബ്രൂസിനെയും വോങ്ങിനെയും ആക്രമിക്കാനായിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് അവരുടെ നേരെ പ്രയോഗിക്കുകയാണ്. വോങ് അതൊക്കെ ലൈറ്റ് ഷീൽഡ് വെച്ച് തടഞ്ഞു
തടഞ്ഞു നിർത്തുന്നു. തൽക്കാലം ബ്രൂസിനെ ഇവിടെ നിർത്തേണ്ടെന്ന് കരുതി ഡോക്ടർ സ്ട്രേഞ്ച് ഒരു ലൈറ്റ് റിംഗ് പോർട്ടൽ ഉണ്ടാക്കി ബ്രൂസിനെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് അയക്കുകയാണ്. ഈ സമയത്തിനിടയ്ക്ക് തെറിച്ചുപോയ അയൺമാൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് ഇബോണി മോ അവരുടെ നേരെ എടുത്തെറിഞ്ഞ ഒരു കാറിനെ തിരിച്ച് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ച് ഇബോണി മോയുടെ നേരെ തന്നെ എറിയുകയാണ്. പക്ഷേ അയാൾ വെറും വിരലുകൊണ്ട് ഒരു വര വരച്ച് കാറിനെ 2 കഷ്ണമാക്കി കളയുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ചിനോട് എത്രയും പെട്ടെന്ന് ടൈം സ്റ്റോൺ കൊണ്ടുവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞ് ടോണി സ്റ്റാർക്ക് വില്ലന്മാർക്ക് നേരെ പറക്കുകയാണ്. ഇബോണിമോ പല ആയുധങ്ങളും വെച്ച് ടോണിയെ തടയാൻ നോക്കി. പക്ഷെ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി ടോണി അവരുടെ നേരെ കുതിച്ചു പാഞ്ഞു. പക്ഷേ കൾ ഒബ്സിഡിയൻ എടുത്തെറിഞ്ഞ ഒരു സാധനം കൊണ്ട് ടോണി ദൂരേക്ക് തെറിച്ചു പോവുകയാണ്. എന്നിട്ട് നേരെ ബ്രൂസ് ബാനർ കിടക്കുന്ന ആ പാർക്കിലാണ് ചെന്ന് വീഴുന്നത്. ടോണി ടോണി നിനക്കൊന്നും പറ്റിയില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ വന്ന് കിടക്കാൻ നല്ല സുഖമുണ്ട്. നിനക്കിപ്പോ ഹൾക്കാവാൻ പറ്റൂല്ലയോ? ഞങ്ങളൊന്ന് സഹായിച്ചൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട് ടോണി, പക്ഷെ അവൻ പുറത്തു വരണ്ടേ? പെട്ടെന്ന് കൾ ഒബ്സിഡിയൻ അവരുടെ നേരെ പാഞ്ഞു വന്ന് ഒരു ആയുധം എടുത്തെറിയുകയാണ്. ടോണി പെട്ടെന്ന് ബ്രൂസിനെയും കൊണ്ട് ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് തന്റെ എനർജി ബീംസ് ഉപയോഗിച്ച് കൾ ഒബ്സിഡിയനെ ആക്രമിക്കുകയാണ്. ഈ സമയത്ത് ബ്രൂസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഹൾക്കിനെ പുറത്തു കൊണ്ടുവരാനാണ് നോക്കുന്നത്. എന്റെ പൊന്ന് ഹൾക്കെ, എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ഒന്ന് പുറത്തു വന്നൂടെ നിനക്ക്? പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. ചുണയുണ്ടെങ്കിൽ പുറത്തു വാ. നോ, പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞ അപ്പൊ നിങ്ങൾക്കും ഒരു സംശയം തോന്നും, അതെന്താണ് പറ്റാത്തത്? എന്തുകൊണ്ടാണ് ബ്രൂസിനെ കൊണ്ട് ഹൾക്ക് ആവാൻ പറ്റാത്തത്? ഇതുവരെയുള്ള കഥ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ബ്രൂസ് ഹൾക്ക് ആവുമ്പോഴുള്ള കാര്യങ്ങൾ പിന്നീട് ബ്രൂസിന് ഓർമ്മയുണ്ടാവില്ല. ഹൾക്കായിരിക്കുമ്പോ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, ആ കാര്യങ്ങളൊന്നും ബ്രൂസിന് അങ്ങനെ കാര്യമായിട്ട് ഓർമ്മ കിട്ടാറില്ല. പിന്നെ വളരെ പണ്ട് ബ്രൂസ് ഹൾക്കിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. അതായത് ഐ എം ഓൾവേസ് ആംഗ്രി എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോ ബ്രൂസിന് ഹൾക്കായി മാറാൻ സാധിക്കുമായിരുന്നു. അത് അന്നത്തെ കാലം. ഈ ഹൾക്കും ബ്രൂസും 2 വ്യക്തികളാണ്, അല്ലെങ്കിൽ അവരുടെ ചിന്തയും അവരുടെ പേഴ്സണാലിറ്റിയും വ്യത്യസ്തമാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ. ഇപ്പൊ അന്യൻ സിനിമയിൽ അന്യൻ, അംബി, റെമോ അങ്ങനെ 3 പേരില്ലേ, പക്ഷെ ശരീരമൊക്കെ സെയിം ആണ്. പിന്നെ ഹൾക്കിന്റെ മനസ്സും വളരാൻ തുടങ്ങി. ഏജ് ഓഫ് അൾട്രോണിന്റെ സമയത്ത് എല്ലാം മടിച്ചു പൊളിക്കുന്നതിന്റെ ഇടയ്ക്ക് താൻ കാരണം ചുറ്റുമുള്ളവർ വേദനിക്കുന്ന കാഴ്ച ഹൾക്ക് കാണുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഹൾക്കിന്റെ ചിന്ത ഒന്ന് തെറ്റിയപ്പോഴാണ് ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് വെച്ച് ഹൾക്കിനെ തോൽപ്പിക്കാൻ സാധിച്ചത്. ആ സിനിമയുടെ അവസാനം തനിക്ക് പ്രിയപ്പെട്ട നത്താഷയെ വേണ്ടെന്ന് വെച്ച് താൻ എല്ലാവർക്കും അപകടമാണെന്ന് മനസ്സിലാക്കി സ്വയം ഒഴിഞ്ഞു പോവാൻ വരെ ഹൾക്ക് തയ്യാറാവുന്നു. അങ്ങനെയാണ് ഒരു ക്വിൻജെറ്റിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ ഹൾക്ക് പറന്നു പോകുന്നത്. പിന്നത്തെ കാര്യം നമുക്കറിയാമല്ലോ. പിന്നെ 2 വർഷം സക്കാർ ഗ്രഹത്തിൽ ചെന്ന് പെട്ട ഹൾക്ക് അവിടുത്തെ പോരാളിയായിരുന്നു. ഹൾക്ക് പോരാടുന്നൊക്കെ ഉണ്ടായിരുന്നു. അവൻ അവിടുത്തെ ചാമ്പ്യനായി മാറി. പക്ഷെ അതിന്റെ ഒപ്പം 2 കൊല്ലം ഹൾക്കായിരുന്നത് കൊണ്ട് ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് അവന്റെ മനസ്സ് വളരാൻ തുടങ്ങി. എപ്പോഴും ദേഷ്യം മാത്രമായിരുന്ന ഹൾക്കിന് അതല്ലാത്ത ഒരുപാട് പുതിയ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിച്ചു. അവൻ ചിരിക്കാൻ തുടങ്ങി, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി, തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി, വിഷമിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും ഇതിന്റെ ഒപ്പം പേടി എന്ന് പറയുന്ന വികാരവും ഹൾക്കിന് വന്നു കാണും, അതിൽ സംശയമില്ല. തോർ ഹൾക്കിനോട് സംസാരിക്കുമ്പോൾ ഹൾക്കിന് ബ്രൂസിന് ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. ബ്രൂസിനോട് സംസാരിക്കുമ്പോൾ ബ്രൂസിന് ഹൾക്കിനെയും ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. വല്ലവരെയും അടിക്കേണ്ട സമയത്ത് മാത്രമാണ് ബ്രൂസിന് പോലും തന്നെ ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോ തന്നെ ആർക്കും വേണ്ട. ആ കാര്യം ഹൾക്ക് മനസ്സിലാക്കി. അതുകൊണ്ടാണ് പിന്നീട് ബ്രൂസ് വിളിക്കുമ്പോൾ പുറത്തേക്ക് വരാൻ ഹൾക്ക് സമ്മതിക്കാത്തത്. അതിന്റെ ആദ്യത്തെ ലക്ഷണമായിരുന്നു ഫെൻറിസ് എന്ന് പറയുന്ന ചെന്നായെ നേരിടാൻ വേണ്ടി ബ്രൂസ് താഴേക്ക് എടുത്ത് ചാടി താഴെ ബൈഫ്രോസ്റ്റിൽ വീണിട്ടും ഹൾക്ക് പുറത്തേക്ക് വരാതിരുന്നത്. ബ്രൂസ് പ്രതീക്ഷിച്ചത് താഴെ ഹൾക്കായിട്ട് ചെന്ന് ഇറങ്ങാമെന്നായിരുന്നു. പക്ഷെ ഹൾക്ക് പുറത്തേക്ക് വന്നില്ല. പിന്നെയും കുറച്ച് സമയം വൈകിട്ടാണ് ഹൾക്ക് പുറത്തേക്ക് വന്നത്. അപ്പോ അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് ചിലർ പറയുന്നത്, താനോസ് ഹൾക്കിനെ പഞ്ഞിക്കിട്ട് ബോധം കെടുത്തിയപ്പോ ഹൾക്കിന് പേടി വന്നു. അതും ഒരു ചെറിയ കാരണമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാനസികമായിട്ട് വലുതാവുമ്പോൾ തീർച്ചയായിട്ടും ഹൾക്കിനായാലും പേടിയെന്ന് പറയുന്ന വികാരം വന്നു കാണും. ഇതിലേതോ ഒരു കാരണം കൊണ്ടാണ് ബ്രൂസ് ഹൾക്ക് ആവാത്തത്. എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാരണം കൊണ്ടാണ്. ഈ സമയത്ത് കൾ ഒബ്സിഡിയൻ അയൺമാനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് അവന്റെ ആയുധം വെച്ച് അയൺമാനെ അടിക്കാൻ പോകുമ്പോഴേക്കും ആരോ അത് തടഞ്ഞു നിർത്തുന്നു. അത് നമ്മളുടെ സ്പൈഡർമാൻ ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ പീറ്ററിനെ കണ്ട് ടോണി അമ്പരന്നു. പീറ്റർ, നീ എന്താ ഇവിടെ? നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? യെസ് മിസ്റ്റർ സ്റ്റാർ, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോവുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇതൊക്കെ കണ്ടത്. ഒബ്സിഡിയൻ സ്പൈഡർമാനെ തട്ടി മാറ്റുകയാണ്. ഓ മിസ്റ്റർ സ്റ്റാർക്ക്, ഈ തടിയുടെ പ്രശ്നം എന്താ? ഇയാളെന്തിനാ നമ്മൾ അടിക്കുന്നത്? അത് പീറ്റർ, ഇവരൊക്കെ ഒരു മന്ത്രവാദിയുടെ മാല തട്ടിപ്പറിക്കാൻ വന്നതാണ്. അതിനു വേണ്ടിയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. ആ മാല കയ്യിൽ നിന്ന് പോയാൽ ആകെ പ്രശ്നമാവും.
കൾ ഒബ്സിഡിയൻ തട്ടിത്തെറിപ്പിച്ച കാർ പീറ്റർ വലവിട്ട് ഒബ്സിഡിയന്റെ തലയിലേക്ക് തന്നെ കൊണ്ടുവന്നിടുകയാണ്. ഇബോണി മോ അവിടെ ഉണ്ടായിരുന്ന ഇഷ്ടികകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഡോക്ടർ സ്ട്രേഞ്ചിനെയും വോങ്ങിനെയും ആക്രമിക്കാൻ വേണ്ടി വിടുകയാണ്. പക്ഷെ ഡോക്ടർ സ്ട്രേഞ്ചും വോങ്ങും കൂടി 2 ലൈറ്റ് പോർട്ടലുകൾ തുറന്ന് അവർക്ക് നേരെ വന്ന കഷ്ണങ്ങൾ ഇബോണി മോയുടെ നേരെ തന്നെ തിരിച്ചു വിടുകയാണ്. അതുകൊണ്ട് അയാൾക്ക് മുറിവേൽക്കുകയും ചെയ്യുന്നു. ഇബോണി മോക്ക് ക്ഷമ നശിച്ചു. അയാൾ വോങ്ങിനെ ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. എന്നിട്ട് നേരെ ടൈം സ്റ്റോൺ എടുക്കാൻ വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് ലൈറ്റ് റോഡ് വെച്ച് ഇബോണി മോവിനെ തടയാൻ നോക്കിയെങ്കിലും അത് പറ്റുന്നില്ല. ഇബോണി മോ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഒരു കെട്ടിടത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനെ ഇഷ്ടികകൾ വെച്ച് ബന്ധിക്കുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ചിന് അനങ്ങാൻ പറ്റിയില്ല. എന്റെ പൊന്നു മകനെ, നിന്റെ മാജിക് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതൊക്കെ പിള്ളേരുടെ അടുത്ത് കൊണ്ട് കാണിച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. അങ്ങനെ പറഞ്ഞ ഇബോണി മോ ടൈം സ്റ്റോൺ കിടക്കുന്ന മാല അല്ലെങ്കിൽ ഐ ഓഫ് അഗമോട്ടോ വലിച്ചു പറിച്ചെടുക്കാൻ നോക്കുകയാണ്. പക്ഷേ ടൈം സ്റ്റോണിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അത് ഐ ഓഫ് അഗമോട്ടോയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അതിന്റെ മേൽ ഒരു മന്ത്രശക്തിയുണ്ട്, ഒരു പ്രൊട്ടക്ടിംഗ് സ്പെൽ അല്ലെങ്കിൽ സുരക്ഷാ മന്ത്രം. അത് കാരണം ഐ ഓഫ് അഗമോട്ടോ ചൂടാവുകയും അത് പറിച്ചെടുക്കാൻ നോക്കിയ ഇബോണി മോവിന്റെ കൈ പൊള്ളിപ്പോവുകയും ചെയ്യുകയാണ്. പേടിക്കണ്ട, ചെറിയൊരു മന്ത്രമാണ്. പക്ഷെ ആ മന്ത്രം ഇല്ലാതെയാക്കാൻ കുറച്ച് പാടാ. എന്നാൽ നീ പേടിക്കണ്ട മകനെ, നിന്നെ കൊന്നിട്ടായാലും ഞാൻ അത് എടുത്തോളാം. അയാൾ ഡോക്ടർ സ്ട്രേഞ്ചിനെ താഴേക്ക് എടുത്ത് വീക്കുകയാണ്. താഴെ വീണ ഡോക്ടർ സ്ട്രേഞ്ച് പെട്ടെന്ന് എണീറ്റ് ടൈം സ്റ്റോൺ ആക്ടിവേറ്റ് ആക്കി അത് ഇബോണി മോവിന് നേരെ പ്രയോഗിക്കാൻ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് ഇബോണി മോവ് തന്റെ പവർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കേബിളുകൾ കൊണ്ടുവന്ന് സ്ട്രേഞ്ചിന്റെ 2 കൈകളും കെട്ടി നിർത്തുകയാണ്. എന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനെ ആ കേബിൾ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കുന്നു. ഡോക്ടർ സ്ട്രേഞ്ചിന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ മന്ത്രം ഞാനാണ് ഉപയോഗിച്ചത്. ഞാൻ മരിച്ച പിന്നെ നിനക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ടൈം സ്റ്റോൺ എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതോർത്ത് നീ വിഷമിക്കേണ്ട മകനെ, നിന്നെ ഞാൻ കൊല്ലാതെ കൊന്നോളാം. അപ്പൊ നീ എല്ലാം ശരിയാക്കി തരും. കഴുത്തിലേക്ക് കേബിൾ വന്ന് വരിഞ്ഞു മുറുകിയതും ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ബോധം മറയുകയാണ്. അദ്ദേഹം താഴെ വീഴുന്നു. ഇബോണിമോ ആണെങ്കിൽ അതൊന്നും നോക്കാതെ തറയടക്കം പറിച്ചെടുത്ത് ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊണ്ടുപോവുകയാണ്. പക്ഷേ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ അല്ലെങ്കിൽ മാന്ത്രിക തുണി സ്ട്രേഞ്ചിന്റെ ശരീരത്തിനെ കൊണ്ട് ദൂരേക്ക് പറക്കുകയാണ്. ഇബോണിമോവും പിന്നാലെ തന്നെ വെച്ചുപിടിച്ചു. ഇത് കാണുന്ന ടോണി സ്റ്റാർക്ക് പീറ്ററിനോട് പോയി ആ മാന്ത്രികനെ സഹായിക്കാൻ പറയുകയാണ്. കൾ ഒബ്സിഡിയന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്ന പീറ്റർ ടോണി പറഞ്ഞത് കേട്ട് നേരെ അവരുടെ പിന്നാലെ പോവുകയാണ്. പക്ഷെ പീറ്റർ തന്റെ പിന്നാലെ വലവിട്ട് തൂങ്ങിയാടി വരുന്നത് കണ്ട് ഇബോണിമോ അവനെ തട്ടിത്തെറിപ്പിക്കുന്നു. എന്നാലും പീറ്റർ വിട്ടുകൊടുത്തില്ല. ഇബോണിമോ അവിടെ കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കി മാന്ത്രിക തുണിയെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റുകയാണ്. താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ചിനെ സ്പൈഡർമാൻ വെബ് ഷൂട്ട് ചെയ്ത് രക്ഷിക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മേലേക്ക് സ്പേസ് ഷിപ്പിൽ നിന്നും ഒരു പ്രകാശം വരുന്നത്. ആ പ്രകാശത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാത്തിനെയും അത് കൂടെ വലിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് നേരെ മുകളിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ പീറ്റർ വിട്ടുകൊടുത്തില്ല. സ്ട്രേഞ്ചിനെ തേടി എത്തിയ മാന്ത്രിക തുണിയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ആ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പീറ്റർ ഡോക്ടർ സ്ട്രേഞ്ചിനെ രക്ഷിക്കാൻ ഒരുപാട് നോക്കിയെങ്കിലും ഇബോണി മോ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അവസാനം ഡോക്ടർ സ്ട്രേഞ്ചും പീറ്ററും കൂടി ആ ലൈറ്റിന്റെ ഒപ്പം സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മിസ്റ്റർ സ്റ്റാർക്ക്, ഇവര് ഞങ്ങളെ കൊണ്ട് പോവാണ്. പേടിക്കേണ്ട പീറ്റർ, ഞാനിപ്പോ തന്നെ വരാം. പക്ഷെ അപ്പോഴേക്കും കൾ ഒബ്സിഡിയൻ അയൺമാനെ ഷോക്ക് അടിപ്പിച്ച് ഒരു പ്രത്യേക ഡിവൈസ് വെച്ച് പൂട്ടി താഴെ ഇടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരുന്നു. പക്ഷെ വോങ് അപ്പോഴേക്കും അവന്റെ മുന്നിൽ ഒരു പോർട്ടൽ ഉണ്ടാക്കുകയാണ്. ആ ലൈറ്റ് റിംഗ് പോർട്ടലിൽ കൂടെ കൾ ഒബ്സിഡിയൻ അന്റാർട്ടിക്കയിലോ മറ്റോ ചെന്ന് വീഴുകയാണ്. അവനൊന്നും മനസ്സിലായില്ല. തിരിഞ്ഞു നോക്കിയപ്പോ അവന് കാര്യം മനസ്സിലായി. അവൻ ആ പോർട്ടലിൽ കൂടെ തിരിച്ച് ചാടി കയറാൻ നോക്കുകയാണ്. പക്ഷെ അവന്റെ കൈ ഇപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും വോങ് ആ പോർട്ടൽ അടച്ചു കളയുന്നു. അത് അടച്ചതോടെ കൾ ഒബ്സിഡിയന്റെ കൈ 2 കഷ്ണമാവുകയാണ്. ഒരു കഷ്ണം ഇവിടെ വീണു, ബാക്കി കൈയും അവന്റെ ശരീരവും അന്റാർട്ടിക്കയിൽ എവിടെയോ ആണ്. മാന്ത്രികൻ വോങ് അത് കലക്കി. നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ കല്യാണത്തിന് വരണം, ഞാനിപ്പോ വരാം. അങ്ങനെ പറഞ്ഞ അയൺമാൻ പീറ്ററിനെയും ഡോക്ടർ സ്ട്രേഞ്ചിനെയും രക്ഷിക്കാൻ വേണ്ടി മുകളിലേക്ക് പറക്കുകയാണ്. ഈ സമയത്ത് ആ ക്യൂ ഷേപ്പിലുള്ള സ്പേസ് ഷിപ്പ് ഭൂമിയുടെ അന്തരീക്ഷം വിടാൻ സമയമായി. അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് അതിന്റെ ഉള്ളിലേക്ക് പോയി. സ്പൈഡർമാൻ ആണെങ്കിൽ അതിൽ പറ്റി പിടിച്ചു നിൽക്കുകയാണ്. ടോണി ഫ്രൈഡയോട് തന്റെ സ്യൂട്ടിന്റെ സ്പീഡ് കൂട്ടാൻ പറയുകയാണ്. അങ്ങനെ മാരക സ്പീഡിൽ ടോണി സ്റ്റാർ ആ ഷിപ്പിന്റെ അടുത്തേക്ക് പോകുന്നു. പീറ്റർ ആ സ്പേസ് ഷിപ്പിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ടോണി കാണുന്നു. അതേസമയം തന്നെ ടോണി ഫ്രൈഡയോട് എന്തോ ഒരു പുതിയ സാധനം ആക്ടിവേറ്റ് ചെയ്യാൻ പറയുകയാണ്. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറയുന്നു. അത് കേട്ടതും എന്തോ ഒരു ചെറിയ ഡിവൈസ് അവഞ്ചേഴ്സിന്റെ പുതിയ കേന്ദ്രത്തിൽ നിന്ന് ടോണി സ്റ്റാർക്കിന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരികയാണ്. പീറ്റർ, എടാ നീ പിടിവിട്ടോ, നിന്നെ ഞാൻ പിടിച്ചോളാം. മിസ്റ്റർ സ്റ്റാർക്ക്, നിങ്ങളല്ലേ പറഞ്ഞത് മന്ത്രവാദിയെ രക്ഷിക്കാൻ? പക്ഷെ എനിക്കിപ്പോ ശ്വാസം കിട്ടുന്നില്ല. അത് നീ ഒരുപാട് ഉയരത്തിലെത്തിയിട്ടാണ്. ഉയരം കൂടുന്തോറും ഓക്സിജന്റെ അളവ് കുറയും. അത് ശരിയാണ് മിസ്റ്റർ സ്റ്റാർക്ക്. അപ്പൊ പിന്നെ കാണാം. അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ പീറ്റർ തല കറങ്ങി താഴേക്ക് വീഴുകയാണ്. ആ സമയത്താണ് ടോണി സ്റ്റാർക്ക് ആക്ടിവേറ്റ് ആക്കാൻ പറഞ്ഞ ആ ചെറിയ ഡിവൈസ് ചീറിപ്പാഞ്ഞു വന്ന് പീറ്ററിന്റെ ശരീരത്തിലേക്ക് കയറുന്നത്. ശരീരത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത് പീറ്ററിന്റെ ശരീരത്തിനെ മൊത്തം പൊതിയാൻ തുടങ്ങി. അത്
പീറ്ററിന് വേണ്ടി ടോണി സ്റ്റാർക്ക് നിർമ്മിച്ച പുതിയ നാനോ ടെക്നോളജി സ്യൂട്ടാണ് പീറ്റർ പാർക്കറിന്റെ പുതിയ അയൺ സ്പൈഡർ സ്യൂട്ട്. അപ്പോഴേക്കും പീറ്ററിന് ബോധം വന്നു. മിസ്റ്റർ സ്റ്റാർക്ക്, വൗ, പുതിയ കാറിന്റെ മണം. അത് പുതിയ കാറല്ല പീറ്റർ, നിന്റെ പുതിയ സ്യൂട്ടാണ്. ഫ്രൈഡേ, പീറ്ററിനെ വീട്ടിലേക്ക് എത്തിക്കും. അയൺ സ്പൈഡർ സ്യൂട്ടിൽ നിന്ന് ഒരു പാരഷൂട്ട് വരികയാണ്. അത് പീറ്ററിനെ ആ സ്പേസ്ഷിപ്പിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്നു. അതായത് പീറ്ററിനെ ഇങ്ങനെ അപകടം പിടിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ടോണി സ്റ്റാർക്കിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പീറ്ററിനെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പോഴേക്കും ആ സ്പേസ്ഷിപ്പ് ഭൂമിയുടെ പുറത്തേക്ക് എത്തി. ടോണി സ്റ്റാർക്ക് ആ ഷിപ്പിന്റെ പുറത്ത് ലേസർ വെച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് ഉള്ളിലേക്ക് കടക്കുന്നു. പെട്ടെന്നാണ് പെപ്പർ പോട്ട്സിന്റെ കോൾ വരുന്നത്. ടോണി, നീ ഇപ്പൊ എവിടെയുള്ളത്? ദൈവമേ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. വാർത്തയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചേ? പ്രശ്നമൊന്നുമില്ല പെപ്പർ. നമ്മൾ ഇന്ന് രാത്രി കഴിക്കാമെന്ന് പറഞ്ഞ ഡിന്നറില്ലേ, അത് കുറച്ചുകൂടി ഒന്ന് നീട്ടി വെക്കേണ്ടി വരും. അത് ചിലപ്പോ ഞാൻ ഇന്ന് തിരിച്ചു വരാൻ കുറച്ച് വൈകിയേക്കും. അതെന്താ ടോണി? ടോണി, നീ ആ സ്പേസ് ഷിപ്പിനുള്ളിലാണെന്ന് മാത്രം എന്നോട് പറയരുത്. സോറി പെപ്പർ, എന്നോട് ക്ഷമിക്ക്. എനിക്ക് നിന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ടോണി, നീ എന്നോട് ഒന്നും പറയണ്ട. നീ മര്യാദയ്ക്ക് തിരിച്ചു വാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും. ടോണി, നീ എന്നോട് പറഞ്ഞിരുന്നു ഇനി സർപ്രൈസുകൾ ഒന്നും ഇല്ലെന്ന്. വേറെ ഒന്നും ആലോചിക്കണ്ട. നീ ഇപ്പൊ തന്നെ തിരിച്ചു വാ. ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. പക്ഷെ അപ്പോഴേക്കും ഭൂമിയിൽ നിന്ന് കുറച്ച് ദൂരേക്ക് വന്നതുകൊണ്ട് തന്നെ പെപ്പറിന്റെ കോൾ കട്ടാവുകയാണ്. പെപ്പറിന്റെ കോൾ മാത്രമല്ല, ഫ്രൈഡേക്കും സിഗ്നൽ കിട്ടാതെയാവുകയാണ്. ഭൂമിയിലായിരിക്കുമ്പോഴാണ് ഫ്രൈഡേക്ക് ശരിക്കും പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം. പീറ്റർ ഭൂമിയിലേക്ക് പോയി കാണുമെന്നാണ് ടോണി സ്റ്റാർക്ക് കരുതിയത്. പക്ഷെ പീറ്റർ അല്ല ആള്. അവൻ ആ സ്പേസ്ഷിപ്പിൽ തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ തന്റെ മേലുള്ള പാരഷൂട്ടൊക്കെ മാറ്റി അവൻ ആ സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് കയറുകയാണ്. പീറ്റർ ഷിപ്പിലേക്ക് കയറിയ കാര്യം ടോണി അറിഞ്ഞിട്ടില്ല. ടോണിയും പീറ്ററും സ്പേസ്ഷിപ്പിലുള്ള കാര്യം ഇബോണി മോവും അറിഞ്ഞിട്ടില്ല. അയാൾ സ്പേസ്ഷിപ്പിനെ വേഗതയിൽ ദൂരേക്ക് സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് കയറുകയാണ്. പീറ്റർ ഷിപ്പിലേക്ക് കയറിയ കാര്യം ടോണി അറിഞ്ഞിട്ടില്ല. ടോണിയും പീറ്ററും സ്പേസ്ഷിപ്പിലുള്ള കാര്യം ഇബോണി മോവും അറിഞ്ഞിട്ടില്ല. അയാൾ സ്പേസ്ഷിപ്പിനെ വേഗതയിൽ ദൂരേക്ക് നേരെ കൊണ്ടുപോവുകയാണ്. ആ സ്പേസ്ഷിപ്പ് ഒരു പ്രത്യേക ജംപ് പോയിന്റിലൂടെ എങ്ങോട്ടോ കടന്നു പോവുകയാണ്. അതായത് അവരിപ്പോ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. താനോസ് ഇബോണി മോവിനോട് പറഞ്ഞതുപോലെ ഈ സ്പേസ്ഷിപ്പിനെ കൊണ്ട് ടൈറ്റൻ ഗ്രഹത്തിലേക്കാണ് അയാൾ പോകുന്നത്. അത് ഭൂമിയിൽ നിന്ന് എത്രയോ പ്രകാശവർഷം അകലെയാണ്. ഈ സമയത്ത് ബ്രൂസ് താഴെ വീണ് കിടന്ന ക്യാപ്റ്റൻ ടോണിക്ക് കൊടുത്ത ആ ചെറിയ ഫോൺ കയ്യിലെടുക്കുകയാണ്. മിസ്റ്റർ വോങ് ഒരു പോർട്ടൽ ഉണ്ടാക്കി അതിന്റെ ഉള്ളിലൂടെ കടക്കുകയാണ്. ഹേ മിസ്റ്റർ വോങ്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലാത്തത് കൊണ്ട് സാങ്ക്ടം സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടായേ തീരൂ. അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കണം. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനുണ്ട്. ബ്രൂസ് ആ ഫോണിൽ സ്റ്റീവ് റോജേഴ്സിന്റെ കോണ്ടാക്ട് എടുക്കുന്നു. എന്നിട്ട് ബ്രൂസ് ക്യാപ്റ്റൻ അമേരിക്കയെ കോൾ ചെയ്യുകയാണ്. ഈ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ചും അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള ടൈം സ്റ്റോണും ടോണി സ്റ്റാർക്കും പീറ്റർ പാർക്കറും ആ ക്യൂ ആകൃതിയിലുള്ള സ്പേസ്ഷിപ്പിൽ കയറി ഇബോണി മോവിന്റെ കൂടെ താനോസിന്റെ ടൈറ്റൻ ഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാലക്സികളെ മറികടന്ന് അതിവേഗത്തിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഗാലക്സിയുടെ എവിടെയോ ഒരു ടീം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അവരുടെ പേരെന്തായിരുന്നു? പറഞ്ഞു വരുമ്പോ ഒരു കൂട്ടം. അങ്ങനെയാണ് സാൻഡറിലെ പോലീസുകാരായിട്ടുള്ള നോവ കോപ്സ് അവരെ വിളിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് താന സേർന്ത ആ കൂട്ടത്തിനെ പറ്റിയാണ്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി. Halamati Habibu, Halamati Habibandale, Halamati Habibu, Halamati Habibanda, Halamati Habibu, Halamati Habibandale, Halamati Habibu, Halamati Habibu. Malama pita pita de, malama pita pita de, malama pita pita
Habib Vandale Halamati Habibu Halamati Habib Vanda Halamati Habibu Halamati Habib Vandale Halamati Habibu ഹേ, ഈ പാട്ടൊന്ന് നിർത്തുന്നുണ്ടോ? നമ്മൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ? റോക്കറ്റ്, ആരോ സഹായം ചോദിച്ചുകൊണ്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടി. നീ അത് കണ്ടില്ലേ? ഒരുപക്ഷെ ആരെങ്കിലും മരിക്കാറായി കിടക്കായിരിക്കും. നമുക്ക് അവരെ രക്ഷിക്കണ്ടേ? അതെനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടെ? എന്ത് കാര്യം ഉണ്ടായിട്ട്? റോക്കറ്റ്, നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. നമ്മളിപ്പോ നല്ല ആൾക്കാരാണ്, പണ്ടത്തെ പോലെയല്ല. അത് മാത്രമല്ല, ഇനിയിപ്പോ നമ്മളെങ്ങാനും അവരെ സഹായിച്ചു കഴിയുമ്പോ അവരുടെ നല്ല മനസ്സിന് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും തന്നേക്കും. പക്ഷെ ഗമോറ പറയുന്ന പോലെ നമ്മൾ ആൾക്കാരെ സഹായിക്കാനാണ് പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും മനസ്സിൽ കാണരുത്. മനസ്സിലായോ റോക്കറ്റ്? ഇനിയിപ്പോ അവരൊന്നും തന്നില്ലെങ്കിൽ നമ്മൾക്ക് അവരുടെ സ്പേസ്ഷിപ്പ് എടുത്തേക്കാം. പിന്നല്ല, വെറുതെ സമയം മെനക്കെടുത്ത് നമ്മൾക്ക് പ്രാന്താണോ? അല്ല പിന്നെ, ശരിയല്ലേ ഗമോറ? ഗമോറയ്ക്ക് അവർ പറയുന്നത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആൾക്കാരെ സഹായിക്കൽ മാത്രമാണ് ഗമോറയുടെ ഉദ്ദേശം. ഞാൻ വെറുതെ പറഞ്ഞ ഗമോറ, നമ്മൾ നല്ല ആൾക്കാരല്ലേ, നമ്മൾ അവരെ പോയി സഹായിക്കുന്നു, എന്തെങ്കിലും തന്നാ വാങ്ങിക്കും, അത്ര തന്നെ. അപ്പൊ നമ്മളുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീമിലെ എല്ലാവർക്കും കുറെ നാളായിട്ട് ഇതാണ് പണി. ഗാലക്സിയിൽ അവിടെ ഇവിടെയായിട്ട് സഹായം ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവരെ കൊണ്ട് പറ്റുന്ന സഹായം അവർ പോയി ചെയ്തു കൊടുക്കും. എന്നിട്ട് അവരെന്തെങ്കിലും ഒക്കെ കൊടുത്താൽ ഇവരത് വാങ്ങിക്കും. ഈ സമയത്ത് ഗ്രൂട്ട് ആണെങ്കിൽ നമ്മൾ മുൻപ് കണ്ട ബേബി ഗ്രൂട്ട് അല്ല. ഇത്രയും വർഷം കൊണ്ട് അവൻ കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും പോലെ അവനും ഫോണിന് അഡിക്റ്റ് ആണ്. ഫുൾ ടൈം ഫോണിൽ ഗെയിം കളിക്കലാണ് പരിപാടി. ദേ മക്കളെ, നമ്മളിപ്പോ ചെന്ന് കയറാൻ പോകുന്നത് എന്ത് തരം അപകടത്തിലേക്കാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും മുഖം നല്ല കലിപ്പ് ലുക്കിൽ വെക്കണം, എന്നാലേ അവർക്ക് നമ്മൾ കാണുമ്പോ ഒരു വിലയൊക്കെ തോന്നും. മോനെ ഗ്രൂട്ടെ, നീ ഇങ്ങനെ ഗെയിം കളിച്ചിരുന്നോ? ഉള്ള വിലയും കൂടി കളയല്ലേ. ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെക്ക്. ഐ ആം ഗ്രൂട്ട്. ഹോ, നീ ഇപ്പൊ തന്നെ തെറിയാണോ പറഞ്ഞ ഗ്രൂട്ട്? നീ എന്ന് തൊട്ടാണ് എങ്ങനെയായത്? ശരിക്കും 2 ഇല പോലും എത്തു വന്നിട്ടില്ല. അപ്പോഴേക്കും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇനി മേലാ നീ തെറി പറഞ്ഞ. എന്താ ഗ്രൂട്ട് ഇങ്ങനെ? ഇല മുളച്ചു വന്നപ്പോഴേക്കും ചെക്കന്റെ സ്വഭാവമൊക്കെ മാറി. ഗ്രൂട്ട് ഇപ്പൊ വെറും കൂതറയായി. നീ ഇങ്ങനെ ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാതെ ആ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടിരുന്ന ഞാൻ അത് മേടിച്ച് പൊട്ടിച്ചു കളയും. ഈ റോക്കറ്റിനെ നിനക്ക് അറിയാമല്ലോ. പക്ഷെ ഗ്രൂട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇവർക്കൊക്കെ ഗ്രൂട്ടിന്റെ ഭാഷ ഏകദേശം മനസ്സിലാവാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പോലെ ഐ ആം ഗ്രൂട്ട് എന്നാണ് പറഞ്ഞതെങ്കിലും എല്ലാവർക്കും ഗ്രൂട്ട് ഒരു തെറിയാണ് പറഞ്ഞതെന്ന് മനസ്സിലായത്. ഹേയ്, എല്ലാവരും ശ്രദ്ധിക്കേ, നമ്മൾ അവിടേക്ക് എത്താറായി. മാൻഡിസ് പറയുന്നത് കേട്ട് എല്ലാവരും മുന്നിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ സ്റ്റാർലോഡും ഗമോറയും ഡ്രാക്സും റോക്കറ്റും ഗ്രൂട്ടും മാൻഡിസും കൂടി അവരുടെ സ്പേസ്ഷിപ്പിൽ ഒരു ജംപ് പോയിന്റിലൂടെ കടക്കുകയാണ്. ആരോ സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് അല്ലെങ്കിൽ ഡിസ്ട്രസ് സിഗ്നൽ അയച്ചിട്ടാണ് ഇവരങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി മുന്നിൽ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. ചുറ്റും ശവശരീരങ്ങൾ ഒഴുകി നടക്കുകയാണ്. പൊട്ടിച്ചിതറിയ സ്പേസ്ഷിപ്പിന്റെ ഭാഗങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നത് പോലെ അസ്ഗാർഡുകാരും തോറും ഒക്കെ സഞ്ചരിച്ചിരുന്ന താനോസ് പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ ആ സ്പേസ് ഷിപ്പിന്റെ അവിടേക്കാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇൻഫിനിറ്റി വാറിന്റെ ഏറ്റവും തുടക്കത്തിൽ ഏതോ ഒരു അസ്ഗാർഡുകാരൻ ഞങ്ങളുടെ ഷിപ്പ് ആക്രമിക്കപ്പെടുകയാണെന്നും ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ സഹായിക്കണമെന്നും പറഞ്ഞ് ഒരു ഡിസ്ട്രസ് സിഗ്നൽ അയച്ചിരുന്നു. ആ സിഗ്നൽ കിട്ടിയിട്ടാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ അമ്മോ, ഇവിടെ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം വന്നത് വെറുതെ ആയി പോയില്ലേ? ഇവിടെ നമ്മൾക്ക് സഹായിക്കാനും ആരുമില്ല, സഹായിച്ചു കഴിഞ്ഞാൽ പൈസ തരാനും ആരുമില്ല. ഉള്ളത് കുറെ ശവങ്ങൾ മാത്രം. പെട്ടെന്ന് അവരുടെ സ്പേസ് ഷിപ്പിന്റെ ചില്ലിലേക്ക് ഒരു ശവം വന്നിടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എന്റെ ദിവസം പോയി. ഒരു ശവം വന്ന് സ്പേസ് ഷിപ്പിൽ അള്ളി പിടിച്ചിരിക്കുന്നു. പീറ്റർ, ആ ശവത്തിനെ അങ്ങോട്ട് തട്ടിക്കളയും. ആ ശവം വേറെ ആരും ആയിരുന്നില്ല, അത് തോറായിരുന്നു. പക്ഷെ തോർ ഇപ്പോഴും ശവമായിട്ടുണ്ടായിരുന്നില്ല. തോർ കണ്ണു തുറക്കുകയാണ്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീം ഞെട്ടിപ്പോയി. പക്ഷെ ജീവനുള്ള ആളായതുകൊണ്ട് അവർ തോറിനെ ഉള്ളിലേക്ക് കടത്തുകയാണ്. പക്ഷെ ഉള്ളിലേക്ക് വന്നപ്പോഴേക്കും വീണ്ടും തോറിന്റെ ബോധം മറയുകയാണ്. പലർക്കും ഉള്ള ഒരു സംശയമാണ്, എന്തുകൊണ്ട് സ്പേസിൽ ഇങ്ങനെ കുറെ നേരം കിടന്നിട്ടും തോർ മരിച്ചു പോയില്ല? എന്തുകൊണ്ട് മറ്റുള്ളവർ ഐസായി പോകുന്നത് പോലെ തോർ ഐസായി പോയില്ല? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തോറാണ്. അത് തന്നെയാണ് അതിന്റെ കാരണം. ഓഡിൻ ഉപയോഗിക്കാറുള്ള ഓഡിൻ ഫോഴ്സ് തോർ ഉപയോഗിക്കുന്നതായി പ്രത്യേകിച്ച് അങ്ങനെ തെളിവൊന്നുമില്ല. ഒരു പക്ഷേ തോറിന്റെ ശരീരത്തിൽ അവന്റെ ഉള്ളിലുള്ള ആ ഓഡിൻ ഫോഴ്സ് ആയിരിക്കണം തോറിനെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരുപാട് സഹായിക്കുന്നത്. തോറിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ ഒരിക്കലും അവന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുന്നില്ല. ഈ പുള്ളി അങ്ങനെ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്, അതാണ് എന്റെ സംശയം. ഏയ് പീറ്റർ, പുള്ളി എന്നൊക്കെ നീ നിന്നെ തന്നെ വിളിച്ചാൽ മതി. ഇത് പുള്ളിയല്ല, ഇവൻ ആൺകുട്ടിയാണ്. ഒരൊത്ത യോദ്ധാവ്, നല്ല ലുക്കുള്ള മസിൽ മാൻ. അത് കൊള്ളാമല്ലോ. നീ പറയുന്ന കേട്ടതൊന്നും എനിക്ക് മസിലില്ലാന്ന്. ഞാനും മസിൽ മാൻ ആണ് ഡ്രാക്സ്. നീ മസിൽ മാൻ. എന്റെ പൊന്ന് പീറ്റർ, ഒന്ന് ചിരിപ്പിക്കാതെ ഇരിക്ക്. മസിൽ എന്നാണ് പറഞ്ഞത്, അല്ലാതെ കൊടവയറിന്റെ കാര്യമല്ല. നീ മര്യാദയ്ക്ക് ആ ശ്വാസം പിടിച്ചു നിൽക്കുന്നതെന്ന് വിട്ടാലുണ്ടല്ലോ നിന്റെ കൊടവയർ ഇപ്പൊ പുറത്ത് കാണാം. ഓ പിന്നെ, പുതിയൊരുത്തിനെ കണ്ടപ്പോ നിനക്ക് എന്നെയൊക്കെ കളിയാക്കണമല്ലേ? ഞാൻ നല്ല ഫിറ്റ് ആണെന്ന് എനിക്കറിയാം. അതിന് നിന്റെ ഒന്നും സമ്മതം വേണ്ട, മനസ്സിലായ? പക്ഷെ പീറ്റർ, റോക്കറ്റ് പറയുന്നത് ശരിയാണ്. നിനക്ക് തടി വെച്ചിട്ടുണ്ട്. കുറച്ചു നാളായിട്ട് നിനക്ക് തീറ്റ കൂടുതലാ. ഗമോറ, ഇവന്മാര് പറയുന്നത് നീ കേട്ടോ? നീ തന്നെ പറ, ഞാൻ ഫിറ്റ് അല്ലേ? എനിക്ക് തടിയൊന്നും വെച്ചിട്ടില്ലല്ലോ. തന്റെ വായ കൊണ്ട് ഒന്നും ആരുടെ തടി അങ്ങോട്ട് എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഗമോറ ഒന്നും
മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. മാൻഡിസ് തോറിനെ തൊട്ടുനോക്കി അവന്റെ ഉള്ളിലുള്ള വികാരം തിരിച്ചറിയുകയാണ്. ഇയാൾ ആകെ ദേഷ്യത്തിലാണ്. ഇയാൾ ഒരുപാട് കഷ്ടപ്പാടിലാണ്. ഒരുപാട് ചിന്തകൾ ഇയാളുടെ ഉള്ളിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ ഇയാൾക്ക് ശരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇയാൾക്ക് ഒരുപാട് കുറ്റബോധവുമുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന്റെ മനസ്സിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ കണ്ടിട്ട് ഒരു ദൈവത്തിന് മാലാകയിലുണ്ടായ കുഞ്ഞിനെ പോലെയുണ്ട്. ഹോ ഡ്രാക്സ്, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്താ കുഴപ്പം? നീയൊക്കെ കൂടി എന്റെ മുന്നിൽ വെച്ച് വേറെ ഒരാളെ പറ്റി പൊക്കി പറഞ്ഞ എനിക്ക് ഒരു കുഴപ്പമില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് 6 പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. വെറും 2 ആഴ്ച ഫുൾ എക്സസൈസ് ആണ്. ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. കുറച്ച് ഡംബലൊക്കെ വാങ്ങി സെറ്റ് ആവണം. ഇനി നിന്റെയൊക്കെ വായടപ്പിച്ചിട്ട് തന്നെ കാര്യം. എന്റെ പൊന്ന് പീറ്ററെ, ഈ ഡംബൽ എന്ന് പറഞ്ഞാലേ പുഴുങ്ങി തിന്നാനുള്ള സാധനമല്ല. നീ വാങ്ങുന്നതാണെങ്കിൽ എന്തായാലും തിന്നാനുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവന്റെ മസിലുകൾ കണ്ടിട്ട് ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചതുപോലെ തോന്നുന്നു. മോളെ നീ ആ കൈ അങ്ങോട്ട് എടുത്ത്. നീ അവനെ മസാജ് ചെയ്തത് മതി. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും നിർത്തിക്കോ. ഞാൻ വീണ്ടും ഒരു തീരുമാനം എടുത്തു. അല്ലെങ്കിൽ തന്നെ ഗാലക്സിയിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? മാൻഡിസ്, അവനെ എഴുന്നേപ്പിക്ക്. ഇനി കൂടുതൽ നേരം അവനങ്ങനെ ഉറക്കി കിടത്തിയ അതത്ര ശരിയാവില്ല. ഗാമോറ അങ്ങോട്ട് മാറി നിൽക്കൂ. എഴുന്നേൽക്കൂ. നീയൊക്കെ ഏതാ? അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി തോറിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ എല്ലാവരും എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഇനി എന്താണ് സംഭവിക്കുക അതിനെപ്പറ്റി പറയാതിരിക്കുന്നതായിരിക്കും